ഇതെങ്ങനെ കിട്ടി? പുറത്തെ പണിക്ക് പോയപ്പോ കിട്ടിയതാ. ഇതുകൊണ്ട് എങ്ങനെയാ ബൂട്ട് പൊളിക്കുന്നത്? കണ്ണൂർ ജയിലും വിയൂർ ജയിലും ചാടിയത് ഒരു ലക്ഷം കണ്ണാടി ഇരുമാണി കൊണ്ടാ. സമയത്ത് ഇങ്ങനെ കരയുന്നത് നല്ലതല്ല. മുത്തന് ഒരു കുഴപ്പമുണ്ടാവില്ല. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ അമ്മയെ ജയിലിൽ കൊണ്ടുപോയി മുത്തനെ കാണിക്കാം. എന്താ അമ്മ വരുന്നു? ആ ദിവസത്തിന് ശേഷം അമ്മ ഒന്നും മിണ്ടാറില്ല. പല ദിവസങ്ങളിലും ഒന്നും കഴിക്കാറില്ല. തങ്കമ്മേ, നീ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വന്നാ മതി. വേണ്ട, ചോറും കറിയും ഞാൻ വെച്ചോളാം. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും ആയാൽ ആരും ഒന്നും വെക്കുകയുമില്ല കഴിക്കുകയുമില്ല. ശരിയാണ്, നാളെ മുതൽ ഇവൾ വന്ന് ചോറും കറിയും വെച്ചു തരും. ഞാൻ പോകുന്നു അമ്മേ. വാവിന് മുമ്പ് പൂജ നടത്തിയില്ലെങ്കിൽ മാരിയമ്മന്റെ പൂജയല്ലേ, മാരിയമ്മനത് തക്ക സമയത്ത് നടത്തും. ഒരിക്കലും ശരിയാവൂലേ? ഇല്ല മോനെ. അപ്പനിനി പന കയറാനും ഒക്കൂലേ? ഇല്ല മോനെ. ചെല്ലയ്യ, ഒന്നുകിൽ എന്റെ മുതൽ തരണം, അല്ലെങ്കിൽ പലിശ തരണം. ഇത് രണ്ടും തരാത്ത ഈ പരിപാടി പറ്റില്ല. എനിക്ക് യാതൊരു നിവൃത്തിയില്ലഞ്ഞിട്ടാണ്. എന്നാ ശരി, തൽക്കാലം ആ രണ്ട് പനയും ഞാൻ വെട്ടിക്കൊണ്ടു പോകാം. അതിന്റെ കാശ് പലിശ കണക്കായിക്കൊള്ളാം. അയ്യോ, അത് പറ്റില്ല. എന്റെ അപ്പന്റെ കൈ കൊണ്ട് വെച്ച പനയാണത്. അവളൊക്കെ പറയും, വായ നോക്കി നിൽക്കാതെ പോയി വെട്ടണ. അയ്യോ അരുവി, വെട്ടണം. എന്താമത്തെ ഒരു വിഷമം? മറ്റന്നാ വാവാ. അന്ന് പൂജ നടത്തിയേ പറ്റൂ അല്ലേ? ആ, അല്ലെങ്കിൽ മാരിയമ്മൻ കോവിക്കും. കോപിച്ചാൽ? അയ്യോ, കോവിക്കാൻ പാടില്ല. തള്ളയുടെയും പുള്ളയുടെയും ഉയിര് മാരിയമ്മന്റെ കയ്യിലാ. തനിക്ക് മറ്റന്നാൾ തന്നെ പൂജ നടത്തണം. ആ, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്ത് തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടും. എന്താ ചെയ്യാമോ? എന്താ? അത് താനൊന്നും അറിയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. ഏത് കുലകുമ്പം വിചാരിച്ചാലും കരിപ്പട്ടി കച്ചവടം സായിപ്പേ നടത്തും. അത് പിന്നെ എനിക്കറിഞ്ഞുകൂടെ? പണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയായിരുന്നു, ഇപ്പൊ രണ്ട് കൈ നോക്കാനും വയ്യ. നിനക്കിപ്പം വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു ജോലി തരാം. എന്റെ ജീപ്പിന് ഒരു ഡ്രൈവർ വേണം. എന്താ ഓടിക്കാവോ?
ഞാൻ മദാമിനെ കല്യാണം കഴിക്കുന്ന എന്റെ ജാതകത്തിലുണ്ട്. അതുകൊണ്ട് ജപ്പാനിലെത്തി ഞാൻ നിന്നെ വേഗം വിളിപ്പിക്കാം. എന്നെ വിളിക്കൂ. നിനക്കൊരു മദാമിനെ അയ്യോ ആരും നല്ല ലക്ഷണം സുന്ദരി ഞങ്ങൾ വരട്ടെ. நான் யார் தெரியுமா? തമിഴ് പ്രായം തോന്നുന്നുണ്ട്. എന്നെയോ? ചോറ് കാണാം. ഞാൻ 2 ഊണ് കഴിച്ചു. ഒന്ന് പാവം പട്ടിണിയാ. നീ കഴിച്ചു? എനിക്ക് വേണ്ട. എനിക്ക് പാട്ടറിയില്ല. ഉമ്മ പൊലാപ്പ് വേണ്ട 5000 കൊടുക്കാം. അതോ അതിനൊപ്പം പരമകൻ മകറായി തന്ന പാവാട വേണം. ഞാൻ യാത്രിയുമോ പാലയ്യൻ. പിച്ചാങ്കത്തി പാലയ്യൻ. എനിക്ക് ഒരു കുമ്പും പറ്റിയിട്ടില്ല. ഞാനേ ആ ഭ്രാന്തന്റെ അടുത്ത് രക്ഷപ്പെടാൻ എടുത്ത് വേലയല്ലേ. പിന്നെ വീട് ദേശമ്മേ, മോൻ വിശന്ന് കടന്നുറങ്ങുകയാണല്ലേ? അത് വാങ്ങിക്കേ. ഇതാ ചൂടുള്ള ദോശയും കോഴിയിറച്ചിയാണ്. മോനെ വിളിച്ചുണർത്തി കൊടുക്ക്. കുറുപ്പേ, മോനെ മോനെ നാഗമണി വയറ് നിറച്ച് തിന്നെ. മോൻ ഇന്നും ഇതുപോലെ വയറ് നിറച്ച് തിന്നണോ? എങ്കിൽ ഈ ആളിന്റെ കൂടെ പോയിക്കോ. മോനെ ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി നിർത്തും. ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ നിർത്താം. വയറ് നിറച്ച് ഭക്ഷണം കിട്ടും. 15 രൂപ ശമ്പളം കൊടുക്കും. അയ്യോ വേണ്ട. ഞങ്ങൾ തമ്മിൽ എല്ലാം പറഞ്ഞുറപ്പിച്ചു. ചെല്ലയിന് 15 രൂപ അഡ്വാൻസും കൊടുത്തു. ആ കാശ് കൊണ്ടാണ് ഈ ദോശ ഇറക്കി വാങ്ങിച്ചത്. എന്റെ മോനെ വിടണ്ട. നമ്മളെ കൊണ്ട് ഇവനൊരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഇവൻ പോട്ടെ. അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കുമെന്ന് പറഞ്ഞിട്ട് സാധിച്ചില്ല, സാധിക്കുകയില്ല. മോനെ, അപ്പനും കൊണ്ട വിശക്കുന്നു. അമ്മയ്ക്കും കൂടെ.
പഠിപ്പിച്ച് വലിയ ആളാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. അത് അവന്റെ കൈ കൊണ്ട് തന്നെ തിന്നാൻ കഴിഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ വലിയ ഭാഗ്യം നമുക്ക് വേണോ നേശമ്മേ? ബസ്സിന് സമയമായി. മോനെ മതി, മോനെ പോയിക്കോ. രണ്ടു ദിവസത്തിനകം പേര് നടക്കുമെന്നാ തോന്നുന്നത്. നീ ഒന്ന് പേടിക്കാതെ കൊച്ചേ, എത്ര പേരെടുത്തവളാണ് ഈ ഞാൻ.